അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ന്യായവിധി നാൾ എന്ന മഹത്തായ അനിവാര്യമായ വസ്തുതയെക്കുറിച്ച് ആലോചിക്കുന്നതിൽ മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചുമാണ് നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. മരണത്തിൽ തർക്കമല്ല. അടുത്ത കാര്യം മരണാനന്തര ജീവിതം. അതിലാണ് പലപ്പോഴും ആൾക്കാർ കശപിശുണ്ടാക്കാറുള്ളത്. നമുക്കറിയാം, എന്തായാലും മരണം ഉറപ്പ് തന്നെ. ഈ ഖലീൽ ജിബ്രാൻ ഒരു കഥ പറയുന്നുണ്ട്. കഥയാണ്, എന്നാൽ കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം നബിയുമാണ്, ചക്രവർത്തിയുമാണ്. പല നബിമാർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരുപാട് മുഅ്ജിസത്തുകൾ, അമാനുഷികതകൾ ലഭിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഖലീൽ ജിബ്രാൻ ആ സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ ഒരു കഥ പറയുന്നു. അത് പാഠമുള്ളത് കൊണ്ട് ഉണർത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, മരണാനന്തരവും മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്. മലക്കുൽ മൗത്ത് വന്നു ഒരു കുഗ്രാമത്തിൽ. അവിടെ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വല്ലാതെ നോക്കി. എന്നിട്ട് അയാൾ പോയി. മലക്കുൽ മൗത്ത് ലോക്യത്തിൽ അവിടുന്ന് പോയി. ഈ നോക്കപ്പെട്ട മനുഷ്യൻ സുലൈമാൻ നബിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പൊന്നാര രാജാവേ, ഇന്ന് മലക്കുൽ മൗത്ത് എന്നെ നോക്കി, എനിക്ക് പേടിയാകുന്നു. ഞാൻ മരിച്ച കുട്ടികളെ എത്തിയുമ്പോൾ ഭാര്യ വിധവ, അങ്ങനെ തന്നെ സാരല്ല, നമുക്ക് വഴിയുണ്ടാക്കാറിന്. അങ്ങനെ ഈ സുലൈമാൻ നബി കാറ്റ് ഉപയോഗപ്പെടുത്തി 7-ാം കടലിൻ്റെ അക്കരെ കൊണ്ടയാക്കി ഈ മനുഷ്യനെ. എന്നിട്ട് ദർബാറിലേക്ക് തിരിച്ചു വന്നപ്പോൾ മലക്കുൽ മൗത്ത് അവിടെ. അപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, അല്ല, നിങ്ങളെന്താ ഈ ചെയ്തത്? അയാളെ വല്ലാതെ പേടിപ്പിച്ചല്ലോ നിങ്ങൾ. അതെ, പേടിപ്പിച്ചല്ല, ഞാൻ അയാളെ നോക്കി എനിക്ക് വല്ലാതെ ഹൈറാനിയത്തായി. കാരണം എന്നോട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിക്കാൻ പറഞ്ഞത് 7-ാം കടലിൻ്റെ അക്കരെ ഇന്ന് 3 മണിക്കാണ്. അയാൾ ഇവിടെ നിന്ന് 12 മണിക്ക് അവിടെ ഒരു ഓണംകേറാമൂലയിൽ. ഇതെന്തോ ഒരു കുഴപ്പം പറ്റിയോ എന്നുള്ള നിലക്ക് ഞാൻ അന്തം വിട്ടതാണ്. പായലും സുലൈമാൻ നബി കഥയാണ്, എന്നാലും കാര്യമുണ്ട്. മൂർധാവിൽ കൈവച്ചിട്ടാണ് പറഞ്ഞു, പടച്ചോനെ, ഞാൻ അയാളെ ഇപ്പോൾ 7-ാം കടലിൻ്റെ അക്കരെ കൊണ്ടേ ആക്കിയിട്ടുള്ളൂ. എവിടെ വെച്ചാണോ നിശ്ചയിച്ചത് അവിടെ വെച്ച് നടക്കും. പിന്നെന്താ പറയുക, മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചില ബാധ്യതകളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെ. ആ പ്രാർത്ഥന പഠിച്ചാൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ, മരണത്തിന് മുമ്പ് തന്നെ ജീവിതം ഉപയോഗപ്പെടുത്താൻ, പരലോകത്തേക്കുള്ള കോപ്പുകൾ ഒരുക്കാൻ മനസ്സുണ്ടാകും. നോക്ക് നിങ്ങൾ, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അദ്ദേഹം പറഞ്ഞു, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസ. നബി ഒരു മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുകയാണ്. ഫഹഫിൽതു മിൻ ദുആഇഹി. ആ ദുആ ഞാൻ ഹൃദ്യസ്ഥമാക്കി. അജാതി മുന്തിയൊരു പ്രാർത്ഥന. പക്ഷേ മരിച്ചതിന് ശേഷമാണല്ലോ അത് മനസ്സിലാക്കണം. കഫംപൊടിയൊക്കെ ചെയ്ത് അങ്ങനെ പള്ളിയിലോ അല്ലെങ്കിൽ അതുപോലത്തെ സൗകര്യമുള്ള സ്ഥലത്തോ വെച്ചിട്ട് ദ്വാരക്കുകയാണ്. ഒന്നാമത്തേൽ ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ പേരിൽ ഇബ്രാഹിമി സ്വലാത്ത്, മൂന്നാമത്തത് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് പ്രധാനം. ഫാത്തിഹയും സ്വലാത്തും പ്രധാനം തന്നെ. ഫാത്തിഹയില്ലാത്ത നിസ്കാരമില്ല, അത് ഉറപ്പ് തന്നെ. പക്ഷെ ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, മരിച്ച ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അല്ലാഹും മഗ്ഫിർ ലഹു വർഹംഹു. പടച്ചോനെ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണമേ. വഅഫിഹി വഅഫു അൻഹു. അയാൾക്ക് മാപ്പ് കൊടുക്കണേ, വിഷമങ്ങളിൽ നിന്ന് അയാൾക്ക് വിടുതി നൽകണമേ. പുതിയൊരു ലോകത്തേക്കാണ്. ഇതുവരെ ആളും ജനിച്ചു വരുമ്പോൾ ഏതെല്ലാം ആൾക്കാരാണോ സ്വീകരിക്കാൻ, മിഠായി വിതരണത്തിന്, സന്തോഷ വിതരണത്തിന്, സന്തോഷത്തിനൊക്കെ ആൾക്കാരുണ്ട്. റെഡിയായിട്ട് ഇങ്ങനെ അറ്റൻഷനായിട്ട് അവിടെ ആൾക്കാരുണ്ടാവും. ഒന്നുകിൽ ഈ പ്രസവ വാർഡിന് തൊട്ടടുത്ത്, അല്ലെങ്കിൽ വീട്ടിൽ. ഇതങ്ങനെയല്ലല്ലോ, മരിച്ചു പോണോടത്തേക്ക് ആ കുയ്യിൽക്ക് ആരാ നമ്മളെ കാത്തിക്കുന്നു? ആരുമില്ല. പക്ഷേ ഖുർആൻ ഒരു യാഥാർത്ഥ്യം പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ.
അവിടെ ശൂന്യമാണെന്ന് കരുതേണ്ടതില്ല. അവരെ കാത്തിരിക്കുന്ന മലക്കുകളുണ്ട്. നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ ഏറ്റെടുത്ത് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ച് സലാം ചൊല്ലി സ്വീകരിക്കാൻ ആളുകളുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് പടച്ച റബ്ബിനോട് ബാക്കിയുള്ള മനുഷ്യന്മാർ ദ്വാരക്കുന്നത്. വാകരിം നുസുലഹു, അദ്ദേഹം ഇറങ്ങുന്ന സ്ഥലത്തെ നീ ആദരിക്കണമേ. വസ്സെഴുമുദ്ഖലഹു, അദ്ദേഹത്തിൻ്റെ താവളം വിശാലമാക്കണമേ. പുതിയ ലോകത്തിൽ അവിടെ വേർപിരിഞ്ഞു പോവുകയാണ്. ഇതുവരെ ജീവിച്ചോലും ഒപ്പം കടന്നോലൊന്നുമില്ല. വഹസിൽഹു ബിൽ മായി വസ്സൽജി വൽ ബറദ്, ആലിപ്പഴം ഉപയോഗിച്ചും ഹിമം കൊണ്ടും വെള്ളം കൊണ്ടും അദ്ദേഹത്തെ നീ കഴുകണമേ. എന്നിട്ട് മിനൽ ഖതായ കമാ യുനഖൈത സൗബൽ അബിയൽ, വെളുത്ത വസ്ത്രം ശുദ്ധീകരിക്കുന്നത് പോലെ നീ അദ്ദേഹത്തെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. ഇനി പറയുന്ന വാക്കുകൾ കേൾക്കൂ. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി, ദുനിയാവിൽ അദ്ദേഹം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക മുടക്കി ഉണ്ടാക്കിയ വീട്ട് അതിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് പറയുന്നു, പടച്ചോനെ നീ അദ്ദേഹത്തിന് വേറെ വീട് കൊടുക്കണേ. അപ്പോൾ ആളുകൾ പറയും ഖൈറൻ മിൻ ദാരിഹി എന്ന് പറയുന്നില്ലേ? ഉണ്ട്, നേരത്തെ താമസിക്കുന്ന വീട്ടിനേക്കാൾ മുന്തിയ വീട്. അപ്പോൾ ആ വീടിനെ കുറിച്ച് ഒന്നാലോചിക്കണം. അത് ഖൈറായ വീടാകണം. ഇപ്പോൾ ഞാൻ കഴിയുന്ന ദുനിയാവിലെ വീടിനെ പോലെ ആകരുത്. ദുനിയാവിലെ വീട് വിടാനുള്ളതാണ്. ദുനിയാവിലുള്ള വീട് വിടാനുള്ളതാണ്. വേറെ വീട്ടിൽ പകരം നല്ലത് കിട്ടണം. അതിനു വേണ്ടി നാം ഇവിടെ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വാഹിലൻ ഖൈറൻ മിൻ അഹ്ലി, അയാളുടെ കുടുംബക്കാർ, ബന്ധക്കാർ, ലോക്യക്കാർ അതിനേക്കാളും മെച്ചപ്പെട്ടവരെ നീ നൽകണേ. മലായിക്കത്തിന് അവിടെ അഹ്ലായിട്ട് കിട്ടണമെങ്കിൽ, ആശ്വസിപ്പിക്കുന്നവരായി കിട്ടണമെങ്കിൽ അതിന് മുൻകൂട്ടിയുള്ള പ്രവർത്തനവും ചിന്തയും വിശ്വാസവും സ്വാംശീകരിക്കേണ്ടതുണ്ട്. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അയാളുടെ ഇണയെക്കാളും മെച്ചപ്പെട്ട ഇണയെ നീ നൽകണേ. ആണാണെങ്കിൽ ഭാര്യയെക്കുറിച്ചും ഭാര്യയാണെങ്കിൽ ഭർത്താവിനെക്കുറിച്ചും ഇണകളെക്കുറിച്ച്. ഇന്ന് ദുനിയാവിൽ പ്രേമത്തിൻ്റെ ആ കടലിൽ മുങ്ങി മരിച്ച് ഇങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. പലപ്പോഴും നൈരാശ്യത്തിൽ മുങ്ങി മരിക്കുന്നവരുണ്ട്. ഏതായാലും ഇനി ഹലാലായ രീതിയിൽ വിവാഹം ചെയ്തതാണെങ്കിലും താൻ ഉദ്ദേശിച്ച പെണ്ണിനെ അല്ലെങ്കിൽ ഇണയെ കിട്ടാൻ വേണ്ടി എന്തു ത്യജിക്കാൻ തയ്യാറുള്ള അവസ്ഥയിലാണെങ്കിലും ശരി, എന്തായാലും എവിടുന്ന് പോകണമല്ലോ. മുതലുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. മരണാനന്തരം എന്താണ് ഉപകാരപ്പെടുക? യത്ബഉൽ മയ്യിത സലാസത്തുൻ, മയ്യത്തിനെ 3 കൂട്ടർ അനുഗമിക്കും. ഫയർജിഇസ്നാനി, 2 കൂട്ടർ അവിടുന്ന് മടങ്ങിപ്പോരും. ആരാണ് നിൽക്കുന്നത്? ആരാണ് മടങ്ങിപ്പോരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹ്ലും മാലും, അവൻ്റെ ഒപ്പം പോയിരുന്ന അഹ്ലും മാലും അതും കേട്ട് അസ്സലാമു അലൈക്കും പോരാണ്. എല്ലാ ബന്ധുക്കളും, സ്വന്തം മകനായാലും എൻ്റെ ഉപ്പാൻ്റെ ഖബറാണ്, ഞാനവിടെ പകരം കിടക്കാം, എൻ്റെ മേൽ മണ്ണിട്ടോളി എന്ന് ഒരു മകനും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പറഞ്ഞതുകൊണ്ട് ആരും അത് സ്വീകരിക്കുകയുമില്ല. തൻ്റെ കുഴിയിലേക്ക് താൻ തന്നെ പോകണം. ആ കുഴിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, അൽ ഹുഫറത്തുൽ മുഹിഷ സതദൂറു മഅനാ, ഈ ഏകാന്തത മുറ്റി നിൽക്കുന്ന ഈ കുഴിയുണ്ടല്ലോ, ഈ കബറിടമുണ്ടല്ലോ, അത് നമ്മളോടൊപ്പം, നമ്മളെവിടെ പോയാലും നമ്മളെ വലയം ചെയ്യുന്നത് കാണാം. ആ ഒരവസ്ഥ അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖബർ കാണുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയും. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ സാധാരണ സ്വർഗവും നരകവും പറയുമ്പോൾ കരയാറില്ലല്ലോ. തുദ്കറുൽ ജന്നത്തു വന്നാറു ഫലാ തബ്കി ഫതബ്കി മിൻ ഹാദാ, ഖബർ കാണുമ്പോൾ കരയുന്നുണ്ടല്ലോ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തിലെ പ്രഥമ സ്റ്റെപ്പാണ് ഈ ഖബർ. അവിടുന്ന് റിസൾട്ട് അറിഞ്ഞാൽ അതുപോലെ ഉണ്ടാകും മേലോട്ടുള്ളത്. ഫൈൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു, അവിടുന്ന് ഖബറിൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെട്ടു എങ്കിൽ തുടർ ജീവിതം വളരെ സുഖസമ്പൂർണമാണ്. വൈലം യൻജു മിൻഹു, അവിടുന്ന് കഴിച്ചിലാകുന്നില്ല, മേട്ടോ ഇടിയും കരച്ചിലും തന്നെയാണെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, വരാനുള്ളത് ഇതിനേക്കാളും വലുതാണ്, പിടിച്ചതിനേക്കാളും വലുതും മടയിലുണ്ടെന്ന് പറയാറില്ലേ?
വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയാണ്, റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലൽ ഖബർ അഫ്ളഅ മിൻഹു. ഖബറിനേക്കാളും ഭീതിജനകമായ, ഭയാനകമായ, കഠിനമായ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു. ഇന്നബൽ ഖബറു റൗളത്തും മിൻ റിയാലിൽ ജന്ന. ഖബർ ഒന്നുകിൽ സ്വർഗത്തിലെ ഒരു തോപ്പ് പോലെ, അല്ലെങ്കിൽ ഔ ഹുഫറത്തും മിൻ ഹുഫരിന്നാർ, അല്ലെങ്കിൽ നരകത്തിലെ ഒരു ഭാഗം എന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ മരണാനന്തരം പ്രഥമ പടി അത് ഖബർ. അവിടെ നിന്ന് കഴിച്ചിലായാൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞില്ലേ, കഴിച്ചിലായാൽ പിന്നെ മേലോട്ടുള്ളതൊക്കെ ഈസിയാണ്. അവിടെ റിസൾട്ട് മോശമാണെങ്കിലോ സംഗതികളൊക്കെ പോക്കാണ്. അപ്പോൾ ഖബർ പരലോകത്തിൻ്റെ പടിപ്പുര. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, എന്നിട്ട് വാദഖിൽഹുൽ ജന്ന, സ്വർഗത്തേക്ക് കയറ്റണേ, വഅഇദുഹു മിൻ അദാബിൽ ഖബരി, ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാക്കണേ, വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്നും. എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് ഔഫ് ഇബ്നു മാലിക് പറയാണ്, ഹത്താ തമന്നൈതു അൻ അകൂന ദാലിക്കൽ മയ്യിത്ത്, ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിന്ന് റസൂലുള്ള അങ്ങനെയാണ് ദ്വാരക്കുകയാണേ, അത് ഞാനായിരുന്നെങ്കിൽ എന്ന്. അത്ര മുന്തിയ പ്രാർത്ഥന, അതോടൊപ്പം യാഥാർത്ഥ്യങ്ങൾ തുളുമ്പുന്ന, ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥന. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ